എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ സമുദ്രാന്തർഭാഗത്തുണ്ടാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിനാശകാരിയായ തിരമാലയാണ് സുനാമി. സുനാമി എന്ന വാക്കിനർത്ഥം വിനാശകാരിയായ തുറമുഖ തിരമാലകൾ എന്നതാണ്. സുനാമി എന്നത് ഒരു ലാറ്റിൻ പദമാണ്. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തുള്ള സുമാത്ര ദ്വീപിനടുത്തുണ്ടായ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ രാജ്യം ഇന്തോനേഷ്യയാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവനയായ സുനാമി എന്നത് ലാറ്റിൻ പദമാണ് എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. സുനാമി എന്നതൊരു ജാപ്പനീസ് പദമാണ്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. ലിസ്റ്റ് 1 പരാമർശിക്കുന്ന അന്തരീക്ഷ പാളികൾ, ലിസ്റ്റ് 2 പരാമർശിക്കുന്ന സവിശേഷതകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ലിസ്റ്റ് 1 ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ലിസ്റ്റ് 2 ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ പാളി, ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി, വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യം, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ലിസ്റ്റ് 1 പരാമർശിക്കുന്ന അന്തരീക്ഷ പാളികളിൽ ലിസ്റ്റ് 2 പരാമർശിക്കുന്ന സവിശേഷതകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A4 ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. B3 സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യം. C2 മീസോസ്ഫിയർ ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി. D1 തെർമോസ്ഫിയർ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ പാളി. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നത്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ഗുജറാത്ത്. ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ, അവയ്ക്ക് നേതൃത്വം നൽകിയവർ എന്നിവയെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. വോയിസ് ഓഫ് ഇന്ത്യ, ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, അൽ ഹിലാൽ. ദാദാഭായ് നവറോജി, ആനി ബസന്റ്, മൗലാന അബുൽ കലാം ആസാദ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ, അവയ്ക്ക് നേതൃത്വം നൽകിയവർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. A1 വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. B2 ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, ആനി ബസന്റ്. C3 അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദ്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുമ്പോൾ വരുന്നത്. മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി 7. മനുഷ്യൻ്റെ കഴുത്തിൽ 7 കശേരുക്കളാണ് ഉള്ളത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4 എന്നിവ തന്നിരിക്കുന്ന 4 തന്നെ ശരിയായ പ്രസ്താവനകളാണ്. പൈഗ കലാപത്തിൻ്റെ കേന്ദ്രം ഏതാണ്? പൈഗ കലാപത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ഡി ഖോർദ. ഖോർദയാണ് പൈഗ കലാപത്തിൻ്റെ കേന്ദ്രം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം കൂടുതലായിരിക്കും. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം വ്യത്യാസമില്ലാതെ തുടരും. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കുറവാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ഈ പ്രസ്താവനയാണ് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡി ഉദയകുമാർ. ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനമേത്? ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനമേതാണ്? ഓപ്ഷൻ ഡി മിസോറാം. മിസോറാമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സിന് വ്യാവസായിക പദവി നൽകിയ സംസ്ഥാനം. രാജ്യാന്തര കൊതുക് ദിനമായി ആചരിക്കുന്നതെന്ന്? രാജ്യാന്തര കൊതുക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20-നാണ് രാജ്യാന്തര കൊതുക് ദിനമായി ആചരിക്കുന്നത്. 1959 സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര്? 1959 സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ എ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് 1959 സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമേത്? ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി കാനഡ. കാനഡയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം. പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതൊക്കെ സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ്? പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത് ഏതൊക്കെ സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക് പസഫിക്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. നിശാന്തത എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? നിശാന്തത എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ജീവകം എയുടെ അഭാവം കൊണ്ടാണ് നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നത്. ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ്? ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ഏപ്രിൽ 11. ഏപ്രിൽ 11-നാണ് ദേശീയ മാതൃസുരക്ഷാ ദിനം. മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് മലങ്കര ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയുടെ പേരാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ഓപ്ഷൻ എ 6. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? ഓപ്ഷൻ സി ചേർത്തല. ചേർത്തലയാണ് കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരിലാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ. ഗംഗ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. ഓപ്ഷൻ ബി വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ബി മീററ്റ്. മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ഭാഷ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമേത്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഓപ്ഷൻ സി 1098. 1098 ആണ് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ സി ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ക്യാൻസർ. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ഓപ്ഷൻ എ നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? ഓപ്ഷൻ സി ഗാമാകിരണം. ഗാമാകിരണമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏത്? ഓപ്ഷൻ ഡി ശ്വാസകോശം. എംഫിസീമ ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശമാണ്. തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ. ഇന്ത്യയിലെയും ഡാഷിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് സ്ട്രേറ്റ്. ഇന്ത്യയെയും ഡാഷിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് സ്ട്രേറ്റ്. ഓപ്ഷൻ സി ശ്രീലങ്ക. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് സ്ട്രേറ്റ്. സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. തുടയെല്ലിനെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഡാഷ് എന്നാണ്. തുടയെല്ലിനെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഡാഷ് എന്നാണ്. ഓപ്ഷൻ ബി ഫീമർ. തുടയെല്ലിനെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഫീമർ എന്നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ബി ജനറൽ ഡയർ. ജനറൽ ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്?
ഓപ്ഷൻ എ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി ചെറുശ്ശേരി. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ബാക്ടീരിയ. സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ബാക്ടീരിയയാണ്. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി പൊന്നാനി കനാൽ. പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. സൗരയൂഥത്തിലെ നക്ഷത്രം? സൗരയൂഥത്തിലെ നക്ഷത്രം? ഓപ്ഷൻ സി സൂര്യൻ. സൂര്യനാണ് സൗരയൂഥത്തിലെ നക്ഷത്രം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും തിളക്കമാർന്ന ഗ്രഹം? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും തിളക്കമാർന്ന ഗ്രഹം? ഓപ്ഷൻ ഡി ശുക്രൻ. ശുക്രനാണ് ഏറ്റവും തിളക്കമാർന്ന ഗ്രഹം. ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം? ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം? ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് ദേശീയോദ്യാനമായി സംരക്ഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. അനീമിയയുടെ മറ്റൊരു പേര്? അനീമിയയുടെ മറ്റൊരു പേര്? ഓപ്ഷൻ എ വിളർച്ച. അനീമിയയുടെ മറ്റൊരു പേര് വിളർച്ച എന്നതാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.